സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുസീം, UDF സ്ഥാനാർത്ഥി TP ഷാജി, NDA സ്ഥാനാർത്ഥി P മനോജ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് മുസിൻ LDF സ്ഥാനാർത്ഥി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ്. ഷൊർണൂർ P മമ്മിക്കുട്ടി LDF സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി P ഹരിഗോവിന്ദൻ മാസ്റ്റർ, NDA സ്ഥാനാർത്ഥി സങ്കു T ദാസ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ P മമ്മിക്കുട്ടി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് ഷൊർണൂർ. ഒറ്റപ്പാലത്ത് LDF സ്ഥാനാർത്ഥി K പ്രേംകുമാർ, UDF സ്ഥാനാർത്ഥി PK ശശി, NDA സ്ഥാനാർത്ഥി മേജർ രവി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി K പ്രേംകുമാർ 46.35% വോട്ട് വീതം നേടി വിജയിച്ച മണ്ഡലമാണ് ഒറ്റപ്പാലം. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 പ്രാഥമിക ഘടകങ്ങളിൽ എങ്ങനെയാണ് ഈ 3 മണ്ഡലങ്ങളിലെയും സമ്മതിദായകർ ഓരോ മുന്നണികളെയും വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിലേക്ക് നമുക്ക് പോകാം. പ്രാദേശിക വികസനം, വോട്ടർമാരിലുള്ള വിശ്വാസ്യത, നേതൃപാഠവും. ഈ 3 ഘടകങ്ങളിലും LDF ആണ് ഒന്നാം സ്ഥാനത്ത്, UDF രണ്ടാമതും. യുവജന പിന്തുണയിലും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിലും UDF ആണ് ഒന്നാമത് വന്നിരിക്കുന്നത്, LDF രണ്ടാമതും. ഇനി ഷൊർണൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ 5 ഘടകങ്ങളിലും LDF ആണ് ഒന്നാം സ്ഥാനത്ത്. വോട്ടർമാരിലെ വിശ്വാസ്യതയിൽ NDA മുന്നണി രണ്ടാമതെത്തിയിരിക്കുന്നു. ബാക്കി എല്ലാ ഘടകങ്ങളിലും UDF രണ്ടാം സ്ഥാനത്താണ്. ഒറ്റപ്പാലത്തേക്ക് പോകുമ്പോൾ ആദ്യത്തെ 4 ഘടകങ്ങളിൽ LDF ആണ് മുമ്പിൽ, UDF രണ്ടാമതും. എന്നാൽ സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDFനാണ് ഒറ്റപ്പാലത്തെ സമിതിദായകർ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്, LDFന് രണ്ടാം സ്ഥാനവും. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഓരോ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക വ്യക്തമായി അപഗ്രഥനം ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം പട്ടാമ്പി ആരുടെ ഒപ്പം. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സെമിയോട്ടിക്ക അവിടെ പ്രവചിക്കുന്നത്. നിലവിൽ LDF സ്ഥാനാർത്ഥിക്ക് 44.95% വോട്ട് വീതവും, UDF സ്ഥാനാർത്ഥിക്ക് 44.2% വോട്ട് വീതവും, NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 11% വോട്ട് വീതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഷൊർണൂർ ആരോടൊപ്പം എന്ന് നമുക്ക് സെമിയോട്ടിക്കയോട് ചോദിക്കാം. സെമിയോട്ടിക്ക നമുക്കായി നടത്തുന്ന പ്രവചനത്തിലേക്ക് പോകുന്നു. ഇവിടെ വ്യക്തമായ ഒരു LDF മുന്നേറ്റം, 45.42% വോട്ട് വീതം നേടി LDF ജയിക്കുമെന്ന് സെമിയോട്ടിക്ക പ്രവചിക്കുകയാണ്. UDFന് ഏകദേശം 29% വോട്ട് വീതവും, NDAക്ക് 26% വോട്ട് വീതവും ഷൊർണൂറിൽ സെമിയോട്ടിക്ക പ്രവചിക്കുന്നു. ഇനി നമുക്ക് ഒറ്റപ്പാലത്തേക്ക് നോക്കാം. സെമിയോട്ടിക്കയുടെ പ്രവചനത്തിൽ ആര് ഇവിടെ ജയിക്കും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ വീണ്ടും ഒരു LDF മുന്നേറ്റമാണ്, ഏകദേശം 43% വോട്ട് വീതം, UDFന് 34% വോട്ട് വീതം, NDAക്ക് 23.27% വോട്ട് വിഹിതം. ഇതുവരെ സെമിയോട്ടിക്ക നടത്തിയ എല്ലാ പ്രവചനങ്ങളെയും ഒന്നുകൂടി വിലയിരുത്താം. നോർത്ത് കേരളയിൽ 48 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 30 മുതൽ 36 നിയമസഭാ മണ്ഡലങ്ങൾ UDFനോട് ചേർന്ന് നിൽക്കുന്നു. 11 മുതൽ 17 മണ്ഡലങ്ങൾ LDFനോടൊപ്പവും 1 മണ്ഡലം NDAയോടൊപ്പവുമാണ്. സെൻട്രൽ കേരളയിൽ 43 നിയമസഭാ മണ്ഡലങ്ങൾ സെമിയോട്ടിക്ക പ്രവചിച്ചിട്ടുണ്ട്. ഏകദേശം 19 മുതൽ 24 നിയമസഭാ മണ്ഡലങ്ങൾ UDFന് അനുകൂലമായും 17 മുതൽ 24 നിയമസഭാ മണ്ഡലങ്ങൾ LDFന് അനുകൂലമായും NDAക്ക് ഏകദേശം 2ഓളം സീറ്റുമാണ് സെമിയോട്ടിക്ക പ്രവചിച്ചിരിക്കുന്നത്. ഇനി സൗത്ത് കേരളയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 39 നിയമസഭാ മണ്ഡലങ്ങളാണ് സെമിയോട്ടിക്ക പ്രവചിച്ചു കഴിഞ്ഞിരിക്കുന്നത്. UDFന് 13 മുതൽ 17 സീറ്റിന് ഉള്ള സാധ്യതയും, LDFന് 23 മുതൽ 29 സീറ്റിന്റെ സാധ്യതയും, NDAക്ക് 2 മുതൽ 3 സീറ്റിന്റെ സാധ്യതയുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. 130 നിയമസഭാ മണ്ഡലങ്ങളിൽ മൊത്തമായിട്ടുള്ള വിശകലനം നമ്മൾ നോക്കുകയാണെങ്കിൽ UDFന് 62 മുതൽ 77 സീറ്റുകൾ, LDFന് 52 മുതൽ 69 സീറ്റുകൾ, NDAക്ക് 2 മുതൽ 5 സീറ്റുകൾ. ശേഷമുള്ള 10 നിയമസഭാ മണ്ഡലങ്ങളുമായി
ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ വി ആർ സൈനിങ് ഓഫ്. ഗുഡ് ഡേ.